പശ്ചിമേഷ്യയിൽ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങാൻ പോവുകയാണ്. ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ മുൻപിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും മറുഭാഗത്ത് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന ഇറാനും തമ്മിലുള്ള കൊമ്പുകോർക്കൽ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അർമാഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിശക്തമായ നാവികപ്പട പേർഷ്യൻ കടലിടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. USS എബ്രഹാം ലിങ്കണും USS ജെറാൾഡ് ആർ ഫോർഡും ഒരുമിച്ച് നിലയുറപ്പിക്കുമ്പോൾ അത് കേവലം ഒരു പവർ ഷോ മാത്രമല്ല എന്നുറപ്പ് കൃത്യമായൊരു ആക്രമണത്തിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയും വലിയൊരു ഭീഷണിക്ക് മുന്നിലും കുലുങ്ങാത്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്നത് ഇറാന്റെ നിലനിൽപ്പിന്റെയും അവരുടെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രതിരോധ തന്ത്രങ്ങളുടെയും ആഴങ്ങളിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. പരിശോധിക്കാം. വാർത്തകൾ ശരിയാണെങ്കിൽ 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം അമേരിക്ക ഇത്രയും വലിയൊരു സൈനിക വിന്യാസം പശ്ചിമേഷ്യയിൽ നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. USS എബ്രഹാം ലിങ്കൺ നേരത്തെ തന്നെ അറബിക്കടലിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് ഏറ്റവും പുതിയ സൂപ്പർ കാരിയറായ USS ജെറാൾഡ് ആർ ഫോർഡ് കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനൊപ്പം F-35, F-22 തുടങ്ങിയ സ്റ്റെൽത്ത് പോർ വിമാനങ്ങളും മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെ ഇസ്രായേൽ സന്ദർശനവും ഇതിനിടയിൽ നടന്ന പരാജയപ്പെട്ട ജനീവ ചർച്ചകളും വിരൽ ചൂണ്ടുന്നത് ഒരു സൈനിക നടപടിയിലേക്കാണ്. കഴിഞ്ഞ വർഷം യുക്രൈൻ യുദ്ധത്തിൽ ഇസ്രായേലുമായി നടത്തിയ 12 ദിവസത്തെ പോരാട്ടത്തിൽ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അത് മുതലെടുത്ത് ഇറാന്റെ ആണവ പദ്ധതികളെ എന്നേക്കുമായി തകർക്കുക എന്നതാണ് വാഷിംഗ്ടണിന്റെ ലേറ്റസ്റ്റ് പ്ലാൻ. അമേരിക്കൻ സൈന്യം മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നത് നയതന്ത്രപരമായ ചർച്ചകൾ പരാജയപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സാധാരണഗതിയിൽ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും വാഗ്ദാനങ്ങളിലൂടെയും രാജ്യങ്ങളെ മെരുക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക ഇപ്പോൾ നേരിട്ടുള്ള സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്നത് ഇറാന്റെ പിടിവാശി കാരണമാണെന്ന് വാഷിംഗ്ടൺ വിശ്വസിക്കുന്നു. വിമാനവാഹിനി കപ്പലുകൾക്ക് പുറമെ അത്യാധുനിക പോർ വിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിൽ എത്തുമ്പോൾ ഏത് നിമിഷവും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാമെന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കുക എന്നത് ഒരു ചർച്ചയല്ല, മറിച്ച് നിരുപാധികമായ കീഴടങ്ങലാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധി കുറയ്ക്കുക, പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുക തുടങ്ങിയ അമേരിക്കൻ ആവശ്യങ്ങൾ ഇറാന്റെ സുരക്ഷാ അടിത്തറയെ തന്നെ തകർക്കുന്നവയാണ്. ഇറാൻ കെട്ടിപ്പടുത്തിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട്. തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്ത് ലെബനനിലും സിറിയയിലും യമനിലും ഇറാഖിലുമുള്ള സായുധ ഗ്രൂപ്പുകളെ സഹായിക്കുന്നതിലൂടെ യുദ്ധത്തെ സ്വന്തം മണ്ണിൽ നിന്ന് അകറ്റി നിർത്താൻ തെഹ്റാന് സാധിക്കുന്നു. ഇസ്രായേലിനും അമേരിക്കൻ താൽപര്യങ്ങൾക്കുമെതിരെ ഒരു സമ്മർദ്ദ ശക്തിയായി ഈ ഗ്രൂപ്പുകളെ നിലനിർത്തുക എന്നത് ഇറാന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ പഴയകാല വിമാനങ്ങൾ മാത്രമുള്ള തങ്ങളുടെ വ്യോമസേനയുടെ പോരായ്മ പരിഹരിക്കാനാണ് ഇറാൻ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. മിസൈലുകൾ ഉപേക്ഷിക്കുക എന്നാൽ ശത്രുക്കൾക്ക് മുന്നിൽ പൂർണ്ണമായും നിരായുധരാകുക എന്നതാണ് ഇറാന്റെ പക്ഷം. സദാം ഹുസൈന്റെ കാലത്ത് ഇറാഖുമായി ഉണ്ടായ 8 വർഷം നീണ്ട യുദ്ധത്തിന്റെ കൈപ്പേറിയ ഓർമ്മകൾ ഇറാന്റെ സൈനിക നേതൃത്വത്തെ എപ്പോഴും ജാഗരൂകരാക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് അവർ അവകാശപ്പെടുമ്പോഴും ലോകരാഷ്ട്രങ്ങൾ ഇതിനെ കാണുന്നത് ഒരു രാഷ്ട്രീയ ആയുധമായാണ്. യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്നതിലൂടെ ആവശ്യമെങ്കിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആണവായുധം നിർമ്മിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിക്കുന്നു. ഇതൊരു പ്രതിരോധ കവചമായിട്ടാണ് അവർ കരുതുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വിലപേശാനുള്ള ഏറ്റവും വലിയ കരുത്തും ഇത് തന്നെയാണ്. ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ ലിബിയയിലെ ഗദാഫിക്കോ ഇറാഖിലെ സദാമിനോ ഉണ്ടായ വിധി തങ്ങൾക്കും ഉണ്ടായേക്കാമെന്ന് ഇറാൻ ഭരണകൂടം ഭയപ്പെടുന്നു. അതിനാൽ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ആണവ സാങ്കേതിക വിദ്യയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തയ്യാറല്ല. ഇറാന്റെ ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ ആഭ്യന്തരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. രാജ്യത്തിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം പുകയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നത് ഭരണകൂടത്തിന്റെ കരുത്ത് ചോർന്നു പോകാൻ കാരണമാകും. ശത്രുവിനെതിരെ പോരാടുന്ന വീരനായക പരിവേഷം നിലനിർത്തേണ്ടത് ഭരണകൂടത്തിന് അത്യാവശ്യമാണ്. അതേസമയം അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഇറാനിലെ ഉന്നത നേതൃത്വത്തിന് ഭീഷണിയായാൽ അത് രാജ്യത്തെ വലിയ അരാജകത്വത്തിലേക്ക് നയിക്കും. നിലവിൽ ഖമേനിക്ക് ശേഷമുള്ള അധികാര കൈമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയമായതിനാൽ ഒരു പുറം ആക്രമണം ഇറാന്റെ ഭരണ സംവിധാനത്തെ ആകെ തകിടമറിച്ചേക്കാം. ഈ അപകട സാധ്യതകൾ നിലനിൽക്കുമ്പോഴും അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനേക്കാൾ ഭേദം ഒരു പരിമിതമായ യുദ്ധമാണെന്ന് തെഹ്റാൻ ചിന്തിക്കുന്നു. യുദ്ധം എന്നത് കടലാസിലെ കണക്കുകൾ പോലെ അത്ര സിമ്പിൾ അല്ല എന്ന് അമേരിക്കയ്ക്കും അറിയാം. ഇറാനെതിരെ ഒരു നീക്കം നടത്തിയാൽ അത് മേഖലയിലാകെ പടരാൻ സാധ്യതയുണ്ട്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതകൾ തടസ്സപ്പെടുത്തിയാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും. കൂടാതെ ഇറാനിലെ ഭരണകൂടം തകർന്നാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അധികാര ശൂന്യത ഐസിസ് പോലുള്ള കൂടുതൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാൻ അവസരമൊരുക്കും.
ഇസ്രായേലുമായി അടുത്തിടെ നടന്ന 12 ദിവസത്തെ സംഘർഷം ഇറാന്റെ സൈനിക വിന്യാസത്തിലെ ചില വിള്ളലുകൾ പുറത്തു കൊണ്ടുവന്നെങ്കിലും അവർക്ക് എത്രത്തോളം പ്രത്യാക്രമണം നടത്താൻ കഴിയുമെന്ന പാഠം അമേരിക്കയ്ക്കും നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ പിഴവ് പോലും നിയന്ത്രിക്കാനാകാത്ത വലിയൊരു വിനാശത്തിന് കാരണമായേക്കാം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വഴികളെല്ലാം ദുഷ്കരമാണ്. അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് ഇറാന്റെ ദശകങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ അന്ത്യമായിരിക്കും. എന്നാൽ ഈ വെല്ലുവിളി തുടരുന്നത് രാജ്യത്തെ യുദ്ധത്തിലേക്കും വലിയ നാശത്തിലേക്കും നയിച്ചേക്കാം. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പൂർണ്ണമായി കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് കുറഞ്ഞ നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഒരു സൈനിക ഏറ്റുമുട്ടലിനെയാണ് ഇറാൻ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നു. ലോകം ആകാംക്ഷയോടെയും ആശങ്കയോടെയും നോക്കിക്കാണുന്ന ഈ പോരാട്ടം വെറുതെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു വലിയ വഴിത്തിരിവാണ്. ഇനി ഈ പോരാട്ടത്തിൽ ഇപ്പോൾ റഷ്യയും ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. മോസ്കോയും തെഹ്റാനും തമ്മിലുള്ള സൈനിക സഹകരണം അമേരിക്കയെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. റഷ്യൻ നിർമ്മിത MiG-29 യുദ്ധവിമാനങ്ങളും അത്യാധുനിക മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളും ഇറാന് ലഭിച്ചു കഴിഞ്ഞു. അടുത്തിടെ ഇറാനും റഷ്യയും സംയുക്തമായി നാവികാഭ്യാസം നടത്തിയത് അമേരിക്കയ്ക്കുള്ള പരസ്യമായ വെല്ലുവിളിയായിരുന്നു. പ്രസിഡന്റ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന സമയം വെറും 10 മുതൽ 15 ദിവസം മാത്രമാണ്. ഈ സമയത്തിനുള്ളിൽ ഒരു ഡീൽ ഉണ്ടായില്ല എങ്കിൽ ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ, അപകടകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഈ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്നത് ലോക സമാധാനത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇന്ത്യയും ബാധിക്കുമോ? തീർച്ചയായും. ആഗോള വിപണിയിൽ എണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ ഇത് കാരണമാകും. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കടലിടുക്കിലൂടെയാണ്. ഒരു ചെറിയ മിസൈൽ അറ്റാക്ക് പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കും. ഇതിനോടകം തന്നെ പല പ്രമുഖ വിമാന കമ്പനികളും ഇറാൻ ആകാശത്തിലൂടെയുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ആണവ മിസൈൽ പദ്ധതികൾക്ക് അല്പമെങ്കിലും അയവ് വരുത്തുമോ? അതോ അമേരിക്ക വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളിവിടുമോ? പശ്ചിമേഷ്യയിലെ ഈ അധികാര വടംവലിയിൽ സാധാരണ ജനങ്ങൾ വലിയ വില നൽകേണ്ടി വരുമെന്നതാണ് ഏക സത്യം. സമാധാന ചർച്ചകൾ ഇനിയും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. എങ്കിലും ഇരുപക്ഷവും ഒരു അടി പോലും പിന്നോട്ട് വയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ലോകം വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.